ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു. പക്ഷെ ആരും വന്നില്ല. ആ ഗേറ്റ് തുറന്നില്ല. ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവരെണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പം വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് വെച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാളും എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കണമെന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ പറ്റില്ല. നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റായി പോയിട്ടെന്ന്. ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു സ്ഥലത്ത് ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് രാത്രി ഒരു വ്യക്തിക്ക് ശ്വാസം മുട്ടലായിട്ട് ഭാര്യയായിട്ട് ചെല്ലുന്നു. എന്താ പറയുക, ശ്വാസം മുട്ടൽ കൊണ്ട് പുള്ളിക്ക് മരണവെപ്രാളം കൊണ്ട് പിടയുമ്പോഴും ആ ഹോസ്പിറ്റലിൽ രാത്രി സമയമാണ് ചെന്ന സമയത്ത് നഴ്സുമാരും ഡോക്ടർമാരും കതക് തുറക്കാൻ കുറേ സമയമെടുത്തു. എന്നിട്ട് ആ ഒരു മനുഷ്യന് വേണ്ട പ്രാഥമിക ചികിത്സ പോലും നൽകാതെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കയറ്റി അങ്ങ് വിട്ടു. എന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നഴ്സുമാരോ ആരും തന്നെ ആംബുലൻസിൽ കയറിയില്ല. ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സ പോലും ആ ഒരു മനുഷ്യന് കൊടുക്കാതെ അവസാനം അടുത്ത ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശ്വാസം കിട്ടാതെ കിടന്ന് പൊളയാണ്, മരണവെപ്രാളം. എന്നിട്ടും ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരോ അല്ലെ നഴ്സുമാരോ ഒരു ഓക്സിജൻ പോലും ആ ഒരു മനുഷ്യന് കൊടുത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സർക്കാർ ആശുപത്രികൾ തുറന്നു വെച്ചിരിക്കുന്നത്? നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ ആണ് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അവിടെ ഇരിക്കുന്ന നഴ്സുമാരും ഡോക്ടർമാരും പിന്നെ ആരെ ചികിത്സിക്കാൻ അവിടെ ഇരിക്കുന്നത്? ആ ഒരു മനുഷ്യനൊരു നിസ്സാര അസുഖമായിട്ട് ചെന്നല്ല, ശ്വാസം മുട്ടലായിരുന്നു. എന്നിട്ട് ഏത് ആശുപത്രിയിലാണ് ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകാൻ പറ്റാത്ത ആശുപത്രി ഉണ്ടോ? എന്തുകൊണ്ട് മന്ത്രി വീണ ജോർജ് ഇതൊന്നും കാണുന്നില്ലേ ആവോ? കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു പ്രശ്നമൊന്നുമല്ല. ഇതുപോലെ ചികിത്സാ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ചികിത്സാ പിഴവ് കൊണ്ട് ഒരുപാട് ജനങ്ങൾ മരണപ്പെടുന്നുണ്ട്. ഇനിയെങ്കിലും ഈ മന്ത്രി വീണ ജോർജ് ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു.